ഹലോ എവരി വൺ. നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് സെല്ലിനകത്തിലേക്ക് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഘടകങ്ങളൊക്കെ എത്തുന്നതെന്നാണ് അല്ലേ. അപ്പോൾ അതിനകത്തിൽ ഏതൊക്കെ പദാർത്ഥങ്ങളായിരുന്നു സെല്ലിനകത്തിലേക്ക് എത്തിയത്? വാട്ടർ എത്തിയിരുന്നു, ദെൻ അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, സോൾട്ട് അല്ലെങ്കിൽ ലവണങ്ങൾ, അതുപോലെ തന്നെ ഓക്സിജൻ തുടങ്ങിയവയൊക്കെ എത്തിയായിരുന്നു അല്ലേ. അപ്പോൾ ഇനി എവിടെ നിന്നാണ് നമുക്ക് ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകഘടകങ്ങൾ ലഭിക്കുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള പോഷകഘടകങ്ങളും അല്ലെങ്കിൽ ന്യൂട്രിയൻസും ലഭിക്കുന്നത് നമ്മുടെ ഫുഡിലൂടെയാണ്. നമുക്ക് ഈ ഫുഡ് ലഭിക്കുന്ന എവിടെ നിന്നുമാണ്? പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ സസ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഹാരമാക്കുന്നു, അല്ലെങ്കിൽ സസ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ആഹാരം അല്ലെങ്കിൽ ഫുഡ് ലഭിക്കുന്നത് അല്ലേ. ഇനി ഈ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് അവരുടെ ആഹാരം ലഭിക്കുന്നത്? പ്ലാന്റ്സ് എന്ത് നടത്തുന്നു? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം അല്ലേ. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പ്ലാന്റ്സ് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളായിരിക്കണം. കാരണം എന്താ? ഹരിത സസ്യങ്ങളിൽ മാത്രമേ എന്തുള്ളൂ? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകമുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ പ്ലാന്റ്സിന് സൺലൈറ്റ് ആവശ്യമുണ്ട്, സൂര്യപ്രകാശം ആവശ്യമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ വാട്ടർ. അപ്പോൾ ഇങ്ങനെ 4 ഘടകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പ്ലാന്റ്സ് എന്ത് നടത്തുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. അപ്പോൾ എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ? ഒന്നെന്ന് പറയുന്നത് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം വേണം, 2 സൺലൈറ്റ് സൂര്യപ്രകാശം വേണം, 3 വാട്ടർ ജലം വേണം, 4 കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ. അപ്പൊ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് എവിടെയാണ്? അവരുടെ ലീവ്സിലാണ്. ലീവ്സിനെയാണ് ഫുഡ് ഫാക്ടറീസ് അല്ലെങ്കിൽ കിച്ചൺ, അടുക്കള എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. അപ്പൊ ഈ ലീവ്സിന്റെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഛേദം നമ്മൾ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന പാർട്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് അപ്പോൾ ഒരു ലീഫിന്റെ ഒരു സെക്ഷൻ എടുത്ത്, അതിപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാണ്, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു വെച്ച് നോക്കുന്നതെന്നൊക്കെ അല്ലേ. അപ്പൊ ലീവ്സിന്റെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഛേദം എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എന്തൊക്കെ പാർട്സ് നമുക്ക് കാണാം? ലീവ്സ് എന്ന് പറയുമ്പോൾ ഇലകൾ, അതിന് ഒരു മുകളിൽ ഒരു എപ്പിഡെർമിസ് ആവരണം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ താഴെ ലോവർ എപ്പിഡെർമിസും ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ മുകളിലത്തെ എപ്പിഡെർമിസും ഉണ്ട്, താഴത്തെ എപ്പിഡെർമിസും ഉണ്ട്. അത് രണ്ടുമാണ് ഏറ്റവും പുറമെ ലീവ്സിനെയൊക്കെ കവർ ചെയ്യുന്ന സെൽസ് ആണ് ഏതെന്ന് പറയുന്നത് എപ്പിഡെർമൽ സെൽസ്. അപ്പം അപ്പർ എപ്പിഡെർമിസും ഉണ്ട്, ലോവർ എപ്പിഡെർമിസും ഉണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഇതിനിടയ്ക്കുള്ള സെൽസ്, പാരൻകൈമ സെൽസ് ആണ് ഇതിനിടയ്ക്ക് കാണുന്നത്. ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് മീസോഫിൽ സെൽസ് അല്ലെങ്കിൽ മീസോഫിൽ കോശങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ ലീവ്സിനകത്തിലൊക്കെ പാരൻകൈമ സെൽസ് അല്ലെങ്കിൽ പാരൻകൈമ കോശങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും ഒക്കെ അല്ലേ. അപ്പൊ ഇവിടെ ലീവ്സിനകത്തിലുള്ള സെൽസ് ഏതാണ്? പാരൻകൈമ സെൽസ് ആണ്. ഈ പാരൻകൈമ സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മീസോഫിൽ സെൽസ് എന്ന് വിളിക്കും. അപ്പൊ ഈ പാരൻകൈമ സെൽസിനകത്തിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ് സെൽ എന്ന് പറയുമ്പോൾ പ്ലാന്റ് സെല്ലിനകത്തിലുള്ള ഒരു സെൽ ഓർഗനൽ, ഒരു കോശാംഗമാണ് ഏതെന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് അല്ലെ, ഹരിതകണം എന്ന് പറയും. അപ്പൊ പ്ലാന്റ് സെല്ലിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്തിൽ വെച്ചിട്ടായിരിക്കും എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടനയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിന് ഒരു ഔട്ടർ മെംബ്രെയിനും കാണും, ഒരു ഇന്നർ മെംബ്രെയിനും കാണും. അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേര് ഔട്ടർ മെംബ്രെയിൻ, പുറമെയുള്ള സ്ഥലം. ദെൻ അകത്തൊരു മെംബ്രെയിൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഇന്നർ മെംബ്രെയിൻ അല്ലെങ്കിൽ ആന്തരസ്ഥലം. ഇനി ഇതിനകത്തിൽ ഒരു ഫ്ലൂയിഡ് പാർട്ട്, ഒരു ദ്രാവക ഭാഗം കാണും, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിലെ ഫ്ലൂയിഡ് പാർട്ട്, ദ്രാവക ഭാഗത്തിന്റെ പേരെന്താണ്? സ്ട്രോമ. ഇനി അതിനകത്തിൽ കുറെ മെംബ്രെയിനസ് സാക്സ് ഉണ്ട്, സ്തരസഞ്ചികൾ കാണും. ഓരോ മെംബ്രെയിനസ് സാക്സിനെ അല്ലെങ്കിൽ ഓരോ മെംബ്രെയിനസ് സാക്ക് സ്തരസഞ്ചിയും വിളിക്കുന്ന പേര് തൈലക്കോയിഡ് എന്നാണ്. അപ്പൊ അതെവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രോമയ്ക്കുള്ളിലാണ്. സ്ട്രോമയ്ക്കകത്ത് കാണപ്പെടുന്ന മെംബ്രെയിനസ് സാക്ക് അല്ലെങ്കിൽ സ്തരസഞ്ചികളെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്സ്. ഇനി ഈ സ്തരസഞ്ചികൾ അല്ലെങ്കിൽ മെംബ്രെയിനസ് സാക്സ് എന്ന് പറയുന്നത് അടുക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ സ്റ്റോക്സ് ഓഫ് മെംബ്രെയിനസ് സാക്സ് അല്ലെങ്കിൽ സ്തരസഞ്ചികളുടെ അടുക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന് വിളിക്കും. അപ്പൊ ഈ ഗ്രാനയ്ക്കകത്തിലാണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം കാണുന്നത്. അപ്പൊ അവിടെ ആയിരിക്കും എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. കാരണം നമുക്കറിയാം ക്ലോറോഫിൽ എന്തിനു ആവശ്യമാണ്? ഫോട്ടോസിന്തസിസിന് ആവശ്യമാണ്. അപ്പോൾ ക്ലോറോഫിൽ എവിടെയാണ് ഉള്ളത്? ഗ്രാനയ്ക്കകത്തിലാണ്. ഗ്രാന എന്ന് പറയുന്നത് എന്താ?
സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ് അല്ലെങ്കിൽ സ്തരസഞ്ചികളുടെ തൈലക്കോയിഡുകളുടെ അടുക്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രാന. ഇനി അടുത്തടുത്തുള്ള രണ്ട് ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലമെല്ല. അപ്പൊ ഇത്രയും പാർട്സ് ആണ് ഏതിനുള്ളത്? ഒരു ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. അപ്പൊ എന്തൊക്കെയുണ്ട് ഒരു ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിന്? ഏറ്റവും പുറമേ ഉള്ള ഒരു മെമ്പറൈൻ അല്ലെങ്കിൽ ഔട്ടർ മെമ്പറൈൻ, ദെൻ ഇന്നർ മെമ്പറൈൻ, ദെൻ അതിനകത്തിലുള്ള ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്ന പേര് സ്ട്രോമ. സ്ട്രോമയ്ക്കകത്തിലുള്ള മെമ്പറൈനസ് സാക്സ് അല്ലെങ്കിൽ സ്തരസഞ്ചികൾ, അതിനെ വിളിക്കുന്ന പേര് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സിന്റെ സ്റ്റോക്സ് അല്ലെങ്കിൽ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ് അല്ലെങ്കിൽ സ്തരസഞ്ചികളുടെ അടുക്കിനെ വിളിക്കുന്ന പേര് ഗ്രാന. ഗ്രാനയ്ക്കകത്തിൽ എന്തുകൊണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ദെൻ ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലമെല്ല. അപ്പൊ ഇത്രയും പാർട്സ് ആണ് ഏതിനുള്ളത്? ഒരു ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്തിലെ ഗ്രാനയ്ക്കകത്തിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ക്ലോറോഫിലിനാണ് സൺലൈറ്റ് സ്വീകരിക്കാൻ കഴിവുള്ളത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിനുള്ളിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചാണ്. അപ്പോൾ അതിന് രണ്ട് ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.